ഇസത്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിൻ കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 40 പേരാണ് ആദ്യഘട്ട പട്ടികയിലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ജനറൽ സീറ്റിൽ മത്സരിക്കും. മേയറെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി യോഗം കൂടി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആണ് പാർലമെന്ററി പാർട്ടി കൂടിയതിനു ശേഷമാണ് മേയറെ തീരുമാനിക്കുക. ഈ പ്രാവശ്യവും അതുതന്നെയായിരിക്കും തുടരുക. എക്കാലത്തും കോൺഗ്രസിന് അതിനകത്ത് ഒരു കൃത്യമായ ഒരു നടപടിക്രമം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ആ നടപടിക്രമം തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. MK ഷുക്കൂറുണ്ട് വിവരങ്ങൾ നൽകാനായി. MK ഷുക്കൂർ, ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ദീപ്തി മേരി വർഗീസ് അടക്കം, നിലവിലെ കൗൺസിലറായ ദീപ്തി മേരി വർഗീസ് അടക്കമുണ്ട്. അപ്പോൾ ഈ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണം കോൺഗ്രസിന്റെ മറ്റു പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള അതൃപ്തി ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ അത്തരത്തിൽ ഏതെങ്കിലും വിമർശനങ്ങൾ അല്ലെങ്കിൽ അതൃപ്തിയൊക്കെ ഉണ്ടോ? അജയ്, കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 22 പേർ വനിതകളാണ്. ഇതിൽ 3 വനിതകൾ ജനറൽ സീറ്റാണ് മത്സരിക്കുന്നത്. ആ വനിതകളിൽ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവരുണ്ട്. മറ്റൊരു പ്രധാന ഷൈനി, 1ാം ഡിവിഷനിൽ മത്സരിക്കുന്ന ഷൈനി അടക്കമുള്ളവർ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് എന്ന് തന്നെ പറയാം. എന്തായാലും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി വരുന്നതോടുകൂടി മാത്രമേ മുഴുവൻ സ്ഥാനാർത്ഥികളെയും, കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ പുറത്തു വരികയുള്ളൂ. നിലവിൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് പ്രഖ്യാപിച്ചത്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് സംസാരിക്കുകയാണ്. അതിലേക്ക് അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അതെല്ലാം കോൺഗ്രസിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനുള്ള ശ്രമമാണ് ഓരോ സ്ഥാനാർത്ഥിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം UDF ഒറ്റക്കെട്ടായി അതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. നിലവിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.